ഇന്നാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദാൽ പാലക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഒരു പാത്രത്തിലേക്കാണെങ്കിൽ ഒരു അര കപ്പ് സാമ്പാർ പരിപ്പും അര കപ്പ് ചെറുപയറിൻ്റെ പരിപ്പും കൂടി എടുത്തിട്ടുണ്ട്. ഏത് പരിപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാമേ. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ ഇതിനെയാണെങ്കിൽ ഒന്ന് കുതിരാനായിട്ട് വെക്കണേ. ഇത് കുതിർന്ന് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ദാലിനെ നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പ്, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതിനെ വേവിക്കാനായിട്ട് ഒരു 2 വിസിൽ വരുന്നിടം വരെ വെക്കണേ. ഇപ്പോൾ ദാൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം ഗ്യാസിലേക്ക് വെക്കുക. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 നുള്ളി ജീരകവും 2 നുള്ളി കായപ്പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് ഒരു അരമുറി സവാളയും കൂടി പിന്നെ 2 പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണേ. ഇത് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് ഒരു ചെറിയ തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ആ ഒരു തക്കാളി സോഫ്റ്റ് ആകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വരുന്ന സമയത്ത് അതിലേക്ക് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പാലക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇനി ഈ പാലക്കൊന്ന് സോഫ്റ്റായി വരുന്നതിനായിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. ഇപ്പം കണ്ട പാലക്ക് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കുന്നതിനായിട്ട് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്കാണെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സിമ്പിളും ആൻഡ് ഹെൽത്തിയും ആയിട്ടുള്ള ദാൽ പാലക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കടായിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 2 നുള്ളി ജീരകവും 2 നുള്ളി കായപ്പൊടിയും 1 ടീസ്പൂൺ ആണെങ്കിൽ കശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് ഈ ഒരു ദാലിന് മുകളിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാണാനും ഭംഗിയുണ്ട്, കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നല്ല അടിപൊളി നോർത്ത് ഇന്ത്യൻ ദാൽ പാലക്ക് റെഡി. ട്രൈ ചെയ്ത് നോക്കണേ.